നമസ്കാരം. ശ്രീനി ആലക്കോടാണ്. ഓം നമശിവായ. കണ്ണൂർ ജില്ലയിലെ അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വിവാദമായ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ വരുന്നത്. അല്പം മുമ്പ് ഞാനൊരു പോസ്റ്റ് ചെയ്തിരുന്നു, 6 മണിക്ക് എനിക്ക് ചിലത് പറയാനുണ്ട്, ഞാൻ വരുമെന്ന്. അങ്ങനെ ആളുകളൊക്കെ വന്നിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ ഞാൻ ഈ കാണുന്ന റെസീറ്റിന്റെ അസ്വാഭാവികതയെക്കുറിച്ച് നിങ്ങളുമായി സംസാരിച്ചിരുന്നു. അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രം കൊടിയേറ്റ മഹോത്സവം 14/1/2024 മുതൽ 24/1/2024 വരെ നമ്പർ 557 തീയതി 5/2/2025 10,000 അഷ്റഫ് എന്ന ആൾക്ക് കൊടുത്ത ഒരു റെസീറ്റ്. ഈ 10,000 രൂപ നന്ദിപൂർവ്വം കിട്ടി ബോധിച്ചു എന്ന് ഇവിടെ ഒപ്പില്ലാത്ത റെസീറ്റിനെ കുറിച്ചാണ്. ഈ റെസീറ്റ് എവിടുന്ന് വന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വിശ്വാസിയാണ്. എല്ലാ ദിവസവും അരങ്ങം ക്ഷേത്രത്തിൽ പോകുന്ന ഒരാളാണ്. പതിവ് പോലെ അന്നും ഞാൻ ക്ഷേത്രത്തിൽ പോയി. ഞാൻ വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് എന്റെ വണ്ടി നിർത്തിയതിന്റെ മുൻവശത്തായി കുറെ പേപ്പറുകളൊക്കെ കൂടി കിടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഞാൻ ഈ സാധനം കണ്ടത്. അങ്ങനെ ഒരു കൗതുകം തോന്നിയിട്ട് എടുത്തു നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു റെസീറ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടതും ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചതും നിങ്ങളോട് സംസാരിച്ചതും. അത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. പക്ഷേ അതിനുശേഷം ഇന്ന് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്റെ സുഹൃത്തുമായ സജീവൻ കുട്ടമത്ത്, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ മുരളീദാസ് തുടങ്ങിയ ആളുകൾ ഒരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. എന്നെ അറിയിച്ചിട്ടില്ല. ഞാൻ മാധ്യമപ്രവർത്തകൻ അല്ലാത്തതുകൊണ്ട് അറിയിച്ചിട്ടില്ല ഇത്തവണ. ബാക്കി എല്ലാ തവണയും ഞാൻ മാധ്യമപ്രവർത്തകനായതുകൊണ്ട് എന്നെ അറിയിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവരൊരു വാർത്താ സമ്മേളനം നടത്തി. അതിന്റെ ലൈവ് സംപ്രേഷണവും അവരുടെ തന്നെ ഒരു സൈബർ പോരാളി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ബ്ലോക്ക് ചെയ്തതുകൊണ്ട് അതെനിക്ക് പെട്ടെന്ന് കാണാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് അത് ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെനിക്കിവിടെ പറയാൻ കഴിയില്ല. അത് നിങ്ങൾ ലൈവ് പോയിട്ട് കാണുക. അതിൽ ചില കാര്യങ്ങൾ ഞാൻ പറയാം. അവർ പറഞ്ഞത് ഈ അരങ്ങം ക്ഷേത്രം തകർക്കാനുള്ള കുൽസിത ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ശ്രീനി ആലക്കോട് ഈ അരങ്ങം ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു എന്നതാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരാതെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു വരുന്നു. ഞാൻ ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, ഈ റെസീറ്റ് എങ്ങനെ വന്നു? അതിനൊരു അവർ മറുപടി പറഞ്ഞു. അത് അഷ്റഫ് എന്ന് പറയുന്ന ഒരു വ്യാപാരിക്ക് അവിടുത്തെ ചന്ത നടത്തുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ കൊടുത്തതാണ് എന്ന് ആയിരിക്കാം. ഞാനത് ചോദിച്ചിട്ടുള്ളൂ, എവിടുന്ന് ആ റെസീറ്റ് വന്നു? ഉണ്ണികൃഷ്ണൻ കൊടുത്തതാണെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. അതുകൂടാതെ ശ്രീനി ആലക്കോട് അമ്പലത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുന്ന രീതിയിൽ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിങ്ങൾ പോയിട്ട് സംസാരിച്ചു. ഇനി ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ചന്ത നടത്തിപ്പുകാരന്റെ ആയി ഞാൻ സംസാരിച്ച ഒരു ഫോൺ സംഭാഷണമാണ്. കേൾക്കാം. ഒരു റെസീറ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നല്ലേ? അത് ചന്തക്ക് കൊടുത്ത റെസീറ്റുകൾ, താഴെ കൊടുത്ത റെസീറ്റുകളാണത്. അതിന്റെ ബാക്കി ബുക്കിന്റെ കയ്യിലുണ്ട്, വേണേ കാണിച്ചു. ബാക്കി ബുക്കിന്റെ കയ്യിലുണ്ട്, വേണേ കാണിച്ചു തരാം. ഫസ്റ്റ് എടുത്തപ്പോ റെസീറ്റ് അതെങ്ങനെ നിങ്ങൾ കൊടുക്കുക? ചന്ത ഞാൻ കൊടുത്താണത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അരങ്ങം അമ്പലത്തിലെ കഴിഞ്ഞ വർഷത്തെ റെസീറ്റ് ബുക്ക് ഉണ്ണികൃഷ്ണൻ എങ്ങനെ ഈ വർഷം കൊടുക്കുക? എല്ലാ അമ്പലത്തെ റെസീറ്റ് ബുക്ക് ഞാൻ എടുത്ത ബുക്കാണത്. അല്ല, നിങ്ങൾ എങ്ങനെ അമ്പലത്തിന്റെ പേരിൽ ഒരു ബുക്ക് അടിക്കുക ഈ കഴിഞ്ഞ വർഷത്തെ ഇതിൽ പേരില് ഉണ്ണികൃഷ്ണൻ? അത് ഡേറ്റ് മുകളിൽ താഴെ എഴുതി 2000 മറ്റേ താഴേക്ക് മാത്രമേ കൊടുക്കുള്ളൂ, വേറെ പുറത്തൊന്നും പോലല്ലോ. ഒക്കെ നമ്മൾ ചങ്ങായ ആളുകാരാണ്. അല്ല, അത് ഗുരുതരമായ വിഷയമല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് അമ്പലത്തിലെ ബുക്ക് റെസീറ്റ് ബുക്ക് നിങ്ങൾ ആരാ അധികാരം തന്നത്? ശരിക്കും ആക്ച്വലി അവർ പറഞ്ഞിട്ട് അടിച്ചതാ? അല്ലല്ല, ഫസ്റ്റ് കൊല്ലം എടുക്കുമ്പോ ഞാൻ അവിടുന്ന് മറ്റേ പാസ്വേഡ് അടിക്കാൻ വേണ്ടിട്ട് അവിടെ ഞാൻ അടിച്ചപ്പോ കാണിച്ചു കൊടുത്തപ്പോ കുഴപ്പമില്ല, ചന്തക്കുള്ള തേക്കുള്ളൂ. ഓക്കെ. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അടിച്ചതാണോ ഈ ബുക്ക്, ഈ 557 നമ്പർ നോക്കി പറഞ്ഞിട്ടുള്ള ബുക്ക്? അതെ. അതിന് ആ റെസിറ്റ് ബുക്ക് കൗണ്ടർ മറ്റേ മുറിച്ച ബുക്ക് ഞാൻ തരാം. ആരോട് ചോദിക്കാൻ എല്ലാവരും നമ്പർ എന്റെ അടുത്തുണ്ട്. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് എത്ര ബുക്ക് നിങ്ങൾ അടിച്ചിട്ടുണ്ട്? അത് മൊത്തം 4 അടിച്ചു. കയ്യിലുണ്ട്, കൊടുത്തു. 2.5 കൊല്ലം കൊടുത്തു. അപ്പൊ 4 ബുക്ക് നിങ്ങൾ അടിച്ചിട്ടുണ്ട്. ഇത് എവിടുന്ന് അടിച്ചേ? പാലക്കാട് നിന്നാണ് നിങ്ങൾ ഈ ബുക്ക് അടിച്ചത്? ഇത് ഗുരുതരമായ വിഷയമാണ്. പിന്നെ ഉണ്ണികൃഷ്ണ, നിങ്ങൾക്ക് അതിന്റെ ഇത് മനസ്സിലായിട്ടുണ്ടോ? ഇതിന്റെ ആധികാരികത മനസ്സിലായോ? അതായത് നിങ്ങളിത് ആരെങ്കിലും രക്ഷിക്കാൻ പറയുന്നതാണ് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ലീഗലായിട്ട് വരും. നിങ്ങൾക്ക് പാലക്കാട് നിന്ന് അരങ്ങത്ത് ക്ഷേത്രത്തിന്റെ ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിന്റെ റെസീറ്റ് ബുക്ക് പാലക്കാട് നിന്ന് അടിക്കാൻ നിങ്ങൾക്ക് ആരധികാരം തന്നെ? ഇവർ ഒപ്പിട്ടെന്നാ? അല്ല, ഒപ്പിട്ടൊന്നുമില്ല. ആരെ പറഞ്ഞ നിങ്ങളോട് അടിച്ചോന്ന് പറഞ്ഞ ആരാ? അവിടുന്ന് ഓഫീസുള്ള സമയത്ത് ചോദിച്ചതാണ് അവരോട് ഇങ്ങനെ അടിക്കുന്നുണ്ടോ റെസീറ്റ് ബുക്ക് അടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ആരാണ് അടിച്ചെന്ന് പറഞ്ഞെന്ന് പറയാൻ പറ്റുക? അത് ഏതെങ്കിലും
അറിയുന്ന ആൾക്കാരായിരിക്കുമല്ലോ ആ ഓഫീസിൽ ഉണ്ടാവുക. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചു അന്വേഷിച്ചു വെപ്പന്നെ വിളിച്ചോളാം അവിടുന്ന്. അല്ല അങ്ങനെയല്ല, അല്ല ഉണ്ണികൃഷ്ണൻ അറിയുന്ന ആൾക്കാരായിരിക്കുമല്ലോ. ഉണ്ണികൃഷ്ണൻ 2 വർഷമായിട്ട് അവിടെ എടുക്കുന്നതാണ് എന്ന് പറയുന്നു. ഞാൻ 3 വർഷം എടുക്കുന്നുണ്ട്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പിന്നെ പാലക്കാട് നിന്നാണ് ഈ റെസീറ്റ് ബുക്ക് അടിച്ചതെന്ന് പറയുന്നു. അതെ. അങ്ങനെയെങ്കിൽ ഈ റെസീറ്റ് ബുക്ക് അരങ്ങം ക്ഷേത്രത്തിന്റെ 2024 ഉത്സവാഘോഷ കമ്മിറ്റിയുടെ റെസീറ്റ് ബുക്ക് പാലക്കാട് നിന്ന് ഉണ്ണികൃഷ്ണൻ എങ്ങനെ അടിച്ചു? അതിന് ആരാണ് അനുമതി തന്നത്? അതൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ ഉണ്ണികൃഷ്ണ? അല്ല അതന്നെ പാടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത് ചന്തപ്പിരിവെന്ന് വെക്കാത്തൊരു തെറ്റായിരുന്നു. എന്തോ ചന്തപ്പിരിവെന്ന് വെക്കാത്തൊരു തെറ്റ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അല്ല അങ്ങനെയല്ല, അരങ്ങം ക്ഷേത്രത്തിന്റെ കൊടിയേറ്റ മഹോത്സവത്തിന്റെ 2024 പിന്നെ റെസീറ്റ് ബുക്കാണത്. അത് താഴെ 2025 ചെയ്തിട്ടുണ്ട്. എവിടെ? അത് നിങ്ങൾ ഡേറ്റ് ഇല്ലേ 2025 കൊടുത്തേ? അതെ, ഡേറ്റ് 2025. അതെ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ പുറത്തൊക്കെ അയക്കുന്നില്ല. നമ്മൾ താഴെ ഒരു 10, 50, 60 താളുണ്ട്. താൾക്ക് മാത്രം നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു 2 കഴിഞ്ഞ ദിവസം ഈ ബുക്ക് അടിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇത്രയും ബുക്കുകൾ നിങ്ങൾ അടിച്ചിട്ടുണ്ടല്ലോ, അതും പാലക്കാട് നിന്ന് അടിക്കും എന്ന് പറയുന്നത് ഒരു ഗുരുതരമായ വിഷയമല്ലേ? അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പിരിക്കാല്ലോ, ഈ സാധനം വെച്ചിട്ട് പിരിക്കാല്ലോ. വിഷയമാക്കാതെ വിഷയമാണ്. അല്ലെങ്കിൽ ഇപ്പൊ ചന്ത എടുത്തു, അതിന് ചന്തപ്പിരിവെന്ന് മാത്രം വെച്ചില്ല. അത് തെറ്റ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അല്ല, അതിനകത്ത് തന്നെ ഈ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ പേരിൽ അടിച്ച റെസീറ്റ് അല്ലേ സുഹൃത്തെ? അതെ, അങ്ങനെ. അതെ, അതിപ്പോ എനിക്കങ്ങനെ റെസീറ്റ് ബുക്ക് അടിക്കാൻ പറ്റുമോ? ചന്ത 2 കൊല്ലം കൊടുക്കുന്നുണ്ട്. ഇതുവരെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല അവിടെ. കഴിഞ്ഞാലും ശരിക്കും വിഷയം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അപ്പൊ സ്കൂളിൽ തിരുത്തിയിട്ടില്ല, നമ്മൾ തിരുത്തിയിട്ടില്ല. അല്ല, ഈ കഴിഞ്ഞ വർഷം തന്നെ അവിടെ പല റെസീറ്റ് ബുക്കുകളും കാണുന്നില്ല, കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതുമായിട്ട് ബന്ധമില്ല. അറിഞ്ഞപ്പോൾ സാറ് വിളിച്ചത് മാത്രമേ ഉള്ളൂ. ബാക്കി അതൊന്നും ഉച്ചവെക്കെടുത്തു. അല്ല, നിങ്ങളോട് ആരും പറഞ്ഞതും. അപ്പോ കേട്ടില്ലേ? അത് അദ്ദേഹം പാലക്കാടുള്ള ഒരു പ്രസിൽ നിന്നും അടിച്ച റെസീറ്റ് ആണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇത് എല്ലാവർക്കും അടിക്കാൻ പറ്റില്ലേ? ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ സജീവൻ കുട്ടമത്ത് ഇതിന് മറുപടി പറയണം. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണം ഞാൻ പറയുന്നില്ല. കാരണം അദ്ദേഹം എന്നെ ഈ പ്രശ്നം ഉണ്ടായത് തന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നോട് പറഞ്ഞു, അത് തെറ്റ് തന്നെയാണ്, അങ്ങനെ അടിക്കാനുള്ള അധികാരമില്ല. പിന്നെ ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, ഞാൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊരു പേഴ്സണൽ സംഭാഷണമായതുകൊണ്ട് ഞാൻ പുറത്തുവിടുന്നില്ല. ഇത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി തന്നെ, ഇത് തെളിവിന് വേണ്ടിയിട്ട് പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഇങ്ങനെ അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ഒരു റെസീറ്റ് പാലക്കാടുള്ള ഒരു സ്വകാര്യ പ്രസിൽ ഇവരുടെ അനുമതിയോടുകൂടി അടിച്ചു എന്ന് അയാൾ പറയുന്നു. അങ്ങനെയെങ്കിൽ ആരാണ് അനുമതി കൊടുത്തതെന്ന് അവിടുത്തെ ദേവസ്വം അധികൃതർ, ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ സജീവൻ കുട്ടമത്ത് ഉൾപ്പെടെ പറയാൻ ബാധ്യസ്ഥരാണ്. ഇത് ജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് നടന്ന ഉത്സവമാണ്. നിങ്ങൾ ഇത് ചന്തക്കാരന് കൊടുത്തതാണ്, അഷ്റഫിന് കൊടുത്തതാണ്, ഒക്കെ ശരി തന്നെ ആയിരിക്കാം. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ ഇതൊരു റെസീറ്റാണ്. ഈ റെസീറ്റില് ഡേറ്റ് മാറ്റമുണ്ട്. അങ്ങനെയെങ്കിൽ ആർക്കും ഇത് ഒരു കുറ്റി അടിച്ചിട്ട് ആ അമ്പലത്തിന്റെ ഗേറ്റിന് പോയി നിന്നിട്ട് പിരിച്ചാൽ നിങ്ങളൊന്നും നടപടി എടുക്കില്ലേ? അവസാനം സംഭവിച്ചത് നോക്കൂ. ഈ പത്രസമ്മേളനത്തില് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ പത്രസമ്മേളനത്തിന്റെ ക്ലിപ്സുകളാണ്, എല്ലാം ഉണ്ട്. അത് കുറെ ലെങ്തി ആയതുകൊണ്ട് നിങ്ങൾ കേൾപ്പിക്കുന്നില്ല. അപ്പോ ഒരു ക്രൈം സെൽ എന്ന് പറയുന്ന ഇതൊക്കെ എനിക്കെതിരെ ഒരു ക്രൈം സെൽ എന്നുള്ള ഫോൺ ഒരു പോലീസിന്റെ പേരില് ഇത് അഷ്റഫിനെ നെല്ലിപ്പാറയിൽ പണ്ട് മാധ്യമപ്രവർത്തനം നടത്തിയ ഒരു വ്യക്തി അദ്ദേഹത്തിന് ശബ്ദം മാറ്റിയിട്ട് പറയുകയാണ്. അദ്ദേഹത്തിന്റെ പേരാരും വെളിപ്പെടുത്തിയില്ല. ഈ ശബ്ദം കേട്ട എല്ലാവർക്കും മനസ്സിലാവും. ഇത് ഇദ്ദേഹം ഇപ്പുറത്തുള്ള ക്രൈം സെൽ. ഇദ്ദേഹത്തിന് എപ്പോഴാണ് ഈ ക്രൈം സെല്ലിൽ ജോലി കിട്ടിയതെന്ന് എനിക്കറിയില്ല. അഷ്റഫായിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോ ഈ അഷ്റഫിനെ ചോദ്യം ചെയ്യുകയാണ്, നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അഷ്റഫ് പറയുന്നുണ്ട്, ഞാൻ ഡേറ്റ് ഒന്നും നോക്കിയിട്ടില്ല, എനിക്ക് തന്ന റെസീറ്റ് ഞാൻ അതിനകത്ത് വെച്ചു, അത് പെട്ടിയിൽ നിന്ന് താഴെ പോയി, അത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നു. അഷ്റഫിന് കൊടുത്തത് തന്നെയാണ് ഈ റെസീറ്റ്, ഒരു സംശയവുമില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം അതേ ഉള്ളൂ, ഒരു ഒറ്റ ചോദ്യമാണ്. ഈ റെസീറ്റ് ഏത് വിധത്തിലാണ് ഉണ്ണികൃഷ്ണന് അടിക്കുവാനുള്ള, പ്രിന്റ് ചെയ്യുവാനുള്ള അനുമതി നിങ്ങൾ കൊടുത്തത്? അതിനുത്തരം പറഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങൾ. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. പിന്നെ ശ്രീനി ആലക്കോടിനെതിരെ വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ഈ ശ്രീനി ആലക്കോട് എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തിയാണ്, ആ സ്വകാര്യ വ്യക്തിക്കെതിരെ അങ്ങനെ വാർത്ത കൊടുത്തിട്ട് അവനെ ആക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ശ്രീനി ആലക്കോടിനെതിരെ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികളുമായി നിങ്ങൾ മുമ്പോട്ട് പോകാൻ തയ്യാറാണോ എന്ന് സജീവൻ കുട്ടമത്തിനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോഴാണ് അയാൾ പറയുന്നത്, സജീവൻ കുട്ടമത്ത് പറയാണ്, അത് ബുദ്ധിമുട്ടാണ്, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം പ്രതിയാകുക ഉണ്ണികൃഷ്ണനാണ്, ഉണ്ണികൃഷ്ണൻ വ്യാജ റെസീറ്റ് അടിച്ചതിനുള്ള പ്രതി ചേർക്കപ്പെടും, ഉണ്ണികൃഷ്ണൻ നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ച ആളാണ്, അയാൾ നമ്മുടെ സാമ്പത്തിക കടക്കടിയിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ച ആളാണ്, അപ്പോൾ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്താൽ അദ്ദേഹം കുടുങ്ങും
എന്ന് പറഞ്ഞപ്പോ ഈ മാധ്യമപ്രവർത്തകർ പറഞ്ഞത് ലൈവല്ലേ, ദാ ശ്രീനി കേൾക്കുന്നുണ്ടാവും, വേഗം കട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ആ ലൈവ് സംപ്രേഷണം ഈ നമ്മുടെ സൈബർ പോരാളി കട്ട് ചെയ്യുന്നതും ഞാൻ കണ്ടു. അത് നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കുക. എനിക്ക് അത് ഇത്രയും സമയം അത് നിങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ കഴിയില്ല. ഇതെല്ലാം വെച്ച് സ്വന്തം പേജിൽ ലൈവിട്ട് കാശുണ്ടാക്കാതെ കോടതിയിൽ പോയി കൂടെ അരങ്ങത്തപ്പന്റെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിലെന്ന് ഷൈജു പെരിങ്ങാല പറയുന്നു. ഷൈജു, ഞാൻ കോടതി പോകണോ വേണ്ടിയെന്ന് ഞാൻ തീരുമാനിക്കാം. ഞാനല്ലല്ലോ വാർത്താ സമ്മേളനം നടത്തിയത്. ഷൈജു, ഞാൻ വാർത്താ സമ്മേളനം നടത്തിയത് അല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ചെയർമാൻ ഒക്കെയാണ് വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവരോട് പറയാം കോടതി പോകാൻ വേണ്ടി, ധൈര്യമായിട്ട് പോകാലോ. പക്ഷെ അവർ കോടതി പോകത്തില്ല. കാരണം തെളിവ് സത്യം എന്റെ ഭാഗത്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ റെസീറ്റ് എന്റെ കയ്യിലുണ്ട്. ഈ വ്യാജ റെസീറ്റാണിത്. ഈ റെസീറ്റ് ആരടിച്ചു എന്നുള്ളതിന് ഉത്തരം എക്സിക്യൂട്ടീവ് ഓഫീസറും ചെയർമാനും പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് അവർ കോടതിയിൽ പോകത്തില്ല. അത് 100% ഉറപ്പാണ്. അപ്പൊ ഷൈജു എന്നോട് പറയുന്നതിനെക്കാട്ടും നല്ലത് അവരോട് പറ കോടതിയിൽ പോകാൻ വേണ്ടി. ശ്രീനിക്കും ഈ ഉണ്ണികൃഷ്ണൻ അമ്പലത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഭാരവാഹിയാണോ? ശരിക്കും അല്ല. ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് പാലക്കാടുള്ള ഒരാളാണ്. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് പാലക്കാട് നിന്നും ഇവിടെ വന്ന് ഈ അമ്യൂസ്മെന്റ് പാർക്കൊക്കെ എടുത്ത് ചന്തപ്പിരിവ് നടത്തിയിട്ട് ഇപ്പൊ 40 ലക്ഷത്തിനും 43 ലക്ഷത്തിനും കരാർ എടുത്തിട്ട് ഓരോ വർഷം ചെയ്യുന്ന ആളാണ്. ഇപ്പൊ 3ാമത്തെ വർഷമാണ് അദ്ദേഹം ഇവിടെ ഉള്ളത്. അപ്പൊ അദ്ദേഹം ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുമല്ല. പുറത്ത് അതായത് ലീഗലായിട്ട് കൊട്ടേഷൻ ക്ഷണിച്ച് ഏറ്റവും കുറവ് തുകയ്ക്ക് ആരാണോ എടുക്കുന്നത് അവർക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ വർഷം 2 ലക്ഷം രൂപയെങ്ങാണ് ഇയാൾക്ക് വകവെച്ച് കൊടുത്തു. ഇവര് കുറച്ചു കൊടുത്തു. അതിനൊക്കെ നന്ദി കാണിക്കണമല്ലോ. അതുകൊണ്ട് കാണിച്ചായിരിക്കാം ഇങ്ങനെ റെസീറ്റ് അടിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ടാകുക. ആരാണ് അനുമതി കൊടുത്തതെന്ന് പറയണം. അതിനുശേഷം വീണ്ടും ബാക്കിയുള്ള തെളിവുമായിട്ട് ഞാൻ വരാം. അല്ലാതെ ശ്രീനി ആലക്കോട് അമ്പലം തകർക്കാനാണെന്നൊക്കെ പറഞ്ഞ് ചില മാതൃവേദി എന്ന് പറഞ്ഞിട്ടുള്ള ചില യുവതികളുണ്ടല്ലോ. യുവതികൾക്ക് ഇപ്പം 2-3 യുവതികൾ കണ്ടു. അത് ഈ സൈബർ പോരാളികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ആ യുവതികളൊക്കെ നമ്മുടെ നാട്ടിലെ അമ്പലത്തിനെതിരെ തകർക്കാനുള്ള ശ്രമത്തിനെതിരെ ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ ഷെയർ ചെയ്യാൻ പറഞ്ഞ ആ മഹത് യുവതി ഇതും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പറയണം കേട്ടോ. ആളുകൾ അറിയട്ടെ. ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ വരുമ്പോൾ കൊഞ്ഞനം കാട്ടരുത്. സജീവൻ കുട്ടമത്തുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറും പിന്നെ MP മുരളീദാസ് എന്ന ചെയർമാനും ഒക്കെ ഇതിനുത്തരം പറഞ്ഞേ മതിയാവും. പിന്നെ ഒരു കാര്യം, ചില ആളുകൾ ചോദിക്കാറുണ്ട് ശ്രീനി ആലക്കോടിന്, പിന്നെ ഒരു സൈബർ പോരാളി വന്ന് ചോദിക്കുന്നത് കേട്ടു നേരത്തെ, ശ്രീനി ആലക്കോടിന് നന്ദി പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുമായിരുന്നു എന്ന്. ശ്രീനി ആലക്കോടിന് നന്ദി പറഞ്ഞാലും ഇല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകും, ഒരു സംശയവുമില്ല. ഇതൊക്കെ ഒരു ശുഭസൂചനയാണ്. അരങ്ങത്തപ്പൻ എന്ന് പറയുന്നത് ചില്ലറക്കാരനൊന്നും അല്ല. കഴിഞ്ഞ തവണ എന്റെ പേര് എടുത്തു പറഞ്ഞല്ലോ, അവിടെ നന്ദി പറഞ്ഞല്ലോ. അതിനുശേഷമല്ലേ ദേവീക്ഷേത്രം ചോർന്നൊലിക്കുന്നു എന്നുള്ള വീഡിയോ ഞാൻ കൊടുത്തത്, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതുകൊണ്ട് ഇത് നന്ദി പറഞ്ഞാലും ഇല്ലെങ്കിലും പറയേണ്ടത് ശ്രീനി ആലക്കോട് പറഞ്ഞിരിക്കും. പിന്നെ ആ നന്ദി പറയാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് വിഷമിക്കില്ല, നിങ്ങൾക്ക് വിഷമിക്കുകയും വേണ്ട. കാരണം എനിക്കും ഒട്ടും വിഷമമില്ല. നന്ദി പറയാത്തതിന്റെ പേരിൽ ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അപ്പൊ തന്നെ വിളിച്ചിട്ട്, ഈ വീഡിയോ പുറത്ത് വന്ന ഉടനെ തന്നെ വിളിച്ചിട്ട് എന്നോട് ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. അതിന് വോയിസ് റെക്കോർഡുണ്ട്. അദ്ദേഹത്തോടുള്ള ബഹുമാനം വെച്ചുകൊണ്ട് ഞാൻ ആ വോയിസ് റെക്കോർഡ് പുറത്ത് വിടില്ല. അദ്ദേഹം എന്നോട് ക്ഷമാപണം നടത്തി. ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയതാണ്, വേണമെങ്കിൽ പത്രസമ്മേളനം നടത്തി ഞങ്ങൾ പറയാൻ തയ്യാറാണെന്ന് ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എന്നോട് പറഞ്ഞതാണ്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ, അത് തീർന്നു, ആ പ്രശ്നം തീർന്നു. രാധാകൃഷ്ണൻ ചോദിക്കുന്നു, ആരാണ് ശ്രീനി ഉണ്ണികൃഷ്ണനെ റെസീറ്റ് അടിക്കുവാൻ അനുമതി കൊടുത്തത്? ആരുടെ പേരിലാണ് റെസീറ്റ്? എനിക്കറിയില്ല. രാധാകൃഷ്ണൻ ഭായി, ഇതാണ് റെസീറ്റ്. ആര് കൊടുത്തൊന്നും ഉണ്ണികൃഷ്ണൻ വെളിപ്പെടുത്തുന്നില്ല. അത് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആലോചിക്കട്ടെ എന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. ആരാണ് ഈ റെസീറ്റ് പാലക്കാടുള്ള പ്രസിൽ വെച്ചിട്ട് അടിക്കുവാനുള്ള അനുമതി ഉണ്ണികൃഷ്ണൻ കൊടുത്തത്? എത്ര റെസീറ്റ് ബുക്ക് അടിച്ചിട്ടുണ്ട്? എത്ര സീരിയൽ നമ്പർ ഉണ്ട്? ഈ റെസീറ്റ് ബുക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ബാക്കി എവിടെയാണ് എന്നൊക്കെ പരിശോധിക്കേണ്ടത് ദേവസ്വം വകുപ്പ് അധികൃതരാണ്. അത് പരിശോധിക്കില്ലെന്ന് എനിക്കറിയില്ല. എന്തായാലും കുട്ടമത്ത് നല്ല കോൺഗ്രസ്സുകാരനാണ്, എക്സിക്യൂട്ടീവ് ഓഫീസർ നല്ല കോൺഗ്രസ്സുകാരനാണ്. എന്നാൽ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPM-ന്റെ നേതാവ് കൂടിയാണ് ചെയർമാൻ. അതുകൊണ്ട് എനിക്കറിയില്ല. എന്തായാലും അന്വേഷണം വരേണ്ടതാണ്. എപ്പോഴായാലും അന്വേഷണം വരും. കാരണം ഇത് മുകളിലുള്ള ഒരാൾ കാണുന്നുണ്ടല്ലോ. എല്ലാവർക്കും നന്മ വരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.